നിതുംജി എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ അനിൽ എന്ന് പേരുള്ള ഒരാള് പക്കോട വിൽക്കുകയായിരുന്നു. അനിൽ തന്റെ ഭാര്യ നിഷയോടൊപ്പമാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ശരിയായിട്ട് അനിലിന്റെ പക്കോട കടയുടെ എതിരിലായി കുൽദീപ് എന്ന് പേരുള്ള ഒരാള് ചായ, പിന്നെ സിറ്റിയിൽ വളരെ പ്രസിദ്ധമായ ഓറിയോ ബിസ്ക്കറ്റ് വിറ്റുകൊണ്ടിരുന്നു. കുൽദീപും അനിലും മാറി മാറി വളരെ അസൂയാലുക്കളായിരുന്നു. ഒരു ദിവസം അവർ രണ്ടുപേരും വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. വാ അനിലേ, നിന്റെ പക്കോട ജോലിയൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഇവിടെ നോക്ക്, നിന്നോട് എന്ത് പറയാനാ. നീ എപ്പോഴാ സിറ്റിയിലുള്ള ഫേമസ് ഉള്ള ഓരോ ബിസ്ക്കറ്റ് എടുത്തിട്ട് വന്നോ? അപ്പൊ പോലും ചായക്ക് ആ ബിസ്ക്കറ്റ് ആണ് എല്ലാരും കഴിക്കുന്നത്. എന്ത് പറയാനാണ് ചേട്ടാ, എന്റെ വ്യാപാരം അത്ര ഒന്നും നന്നായിട്ട് പോകുന്നില്ല. ചില നേരത്തിൽ എന്റെ അടുത്ത് കസ്റ്റമർ വരുന്നുണ്ട്, ചില നേരത്തെ നിങ്ങളുടെ അടുത്തും കസ്റ്റമർ വരുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്, നിങ്ങളുടെ ആ പക്കോട വ്യാപാരം അങ്ങ് നിർത്തിയേക്കേ. ചേട്ടാ, നിങ്ങൾ എന്താ സംസാരിക്കുന്നത്? നിനക്ക് മുമ്പ് തന്നെ ഈ കച്ചവടമൊക്കെ ഞാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് നീ നിന്റെ കട മൂടിക്കോ. ഞാൻ എന്റെ കടയൊന്നും മൂടാൻ പറ്റില്ല. അങ്ങനെ വെച്ചാൽ ഞാൻ എന്റെ കട മൂടാൻ പോകുന്നില്ല. രണ്ടുപേരും മാറി മാറി വഴക്കിട്ടിട്ട് അവരവരുടെ കടയിലേക്ക് തിരികെ പോയി. പക്ഷേ മറ്റൊരു വശത്ത് ജമീന്ദാർ അമ്മയായ നിധു തന്റെ പണിക്കാരൻ ടിറ്റുവിനോട് എന്ത് പറഞ്ഞെന്നാൽ, ടിറ്റു, എനിക്ക് പുതിയ ഒരു വ്യാപാരം ആരംഭിക്കണം. എന്ത് ചെയ്യാമെന്ന് പറയൂ. മുതലാളിയമ്മ, ഞാനിപ്പോഴെന്താ കാണുന്ന വെച്ചാൽ ഈ നഗരത്തിലുള്ള സാധനങ്ങളാണ് നന്നായിട്ട് പോകുന്നത്. ഏതുപോലുള്ള? അത് എന്താണെന്ന് വെച്ചാൽ ഈ മാഗി എന്ന് പറഞ്ഞ സാധനമൊക്കെ ഗ്രാമത്തിലാണ് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത് നല്ല രുചിയുണ്ടെന്നാ പറയുന്നത്. എന്നാലൊന്ന് ചെയ്യാം. നാളെ മുതൽ നമ്മൾ മാഗി തന്നെ വ്യാപാരം ചെയ്യാം. അതും രുചികരമായി ചെയ്യാൻ കെമിക്കൽ ഇട്ട് ചെയ്യാം. ചെല്ലു ടിറ്റു, ആവശ്യമായ സാധനങ്ങൾ വാങ്ങിട്ട് വാ. പിന്നെ നമ്മുടെ ഗുല്ലുവിനോട് എല്ലാ ഗ്രാമങ്ങൾക്കും മരുന്നൊക്കെ വിൽക്കുന്നുണ്ടല്ലോ, ആഹാരം രുചികരമായി മാറ്റുന്ന മരുന്ന് കൊണ്ടുവരാനായി പറയൂ. മുതലാളി അമ്മേ, ഇന്ന് വ്യാപാരം തന്നെ തുടങ്ങിയിട്ടില്ല. അതിനു മുമ്പ് ജനങ്ങളെ എങ്ങനെ പറ്റിക്കാന്ന് നിങ്ങൾ ആലോചിച്ച് തുടങ്ങിയോ? നിങ്ങൾ ശരിക്കും ഒരു അത്യാഗ്രഹം കൊണ്ട് ആള് തന്നെയാണ്. വാ ഇടയ്ക്ക്, ഞാൻ പറഞ്ഞതൊക്കെ ചെന്ന് വാങ്ങിട്ട് വാ. ഒരുപാടൊന്നും സംസാരിക്കണ്ട. ടിറ്റു സാധനങ്ങൾ വാങ്ങിക്കാനായി ചെന്നു. പിന്നെ വൈകുന്നേരത്തിനകത്ത് എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് തിരികെ വന്നു. അടുത്ത ദിവസം രാവിലെ ജമീന്ദാരമ്മ ഗ്രാമത്തിൽ മാഗി വിൽക്കാൻ തുടങ്ങി. വരൂ, വാങ്ങിച്ചോളൂ, മാഗി വാങ്ങിച്ചോളൂ. ഓറിയോ അല്ല, പക്കോടയല്ല, മാഗി കഴിച്ച് സന്തോഷമായിട്ടുണ്ടാവൂ. മാഗി കഴിച്ചോളൂ, ശക്തിശാലി ആയിക്കോളൂ. അപ്പോഴാണ് അതുവഴി ഒരു അമ്മ വന്നത്. പിന്നെ അവർ മാഗി എന്ന് പറഞ്ഞത് കേട്ടിട്ട് അവിടെ തന്നെ നിന്നു. എന്റെ ദൈവമേ, മാഗിയൊക്കെ നഗരത്തിൽ മാത്രമേ കിട്ടൂ എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇനി മുതൽ ഈ ഗ്രാമത്തിലും മാഗി കിട്ടും. ഈ മാഗി ഈ ഗ്രാമത്തിൽ എന്നെ അല്ലാതെ വേറെ ആരും ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ശരി, എനിക്കൊരു പ്ലേറ്റ് മാഗി തരൂ. ശരി ശരി, ഇപ്പൊ തന്നെ തരാം. ടീറ്റു, ഒരു പ്ലേറ്റ് മാഗി കൊടുക്ക്. ടീറ്റു ആ അമ്മയ്ക്ക് ഒരു പ്ലേറ്റ് മാഗി നൽകി. പിന്നെ ആ അമ്മ ആ മാഗി കഴിച്ചിട്ട് ഒരുപാട് സന്തോഷിച്ചു. ഇത് വളരെ രുചികരമായിട്ടുണ്ടല്ലോ. ഇതിനു മുൻപേ ഇത്ര രുചിയുള്ള ഒന്നും ഞാൻ കഴിച്ചിട്ടേ ഇല്ല. ഇന്നു മുതൽ ഞാൻ ദിവസവും ഒരു പ്ലേറ്റ് മാഗി കഴിക്കുന്നതായിരിക്കും. ആ മാഗി വളരെ രുചികരമായിരുന്നു. കാരണം ആ ജമീന്ദാരമ്മ ആ ആഹാരം രുചികരമാക്കുന്ന മരുന്ന് ചേർത്തിരുന്നു. പക്ഷേ ഈ കാര്യം ഗ്രാമത്തിലെ ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു. പതുക്കെ പതുക്കെ ഗ്രാമത്തിലുള്ള എല്ലാ ജനങ്ങളും ജമീന്ദാരമ്മയുടെ മാഗി വണ്ടിക്കടയിൽ അവരുടെ ടിഫൻ പിന്നെ ഉച്ചഭക്ഷണവും അവർ കഴിക്കാൻ തുടങ്ങി. അനിൽ പിന്നെ കുൽദീപിന്റെ കസ്റ്റമേഴ്സ് അവിടെ പോകുന്നത് തന്നെ അവർ നിർത്തി. അതുകൊണ്ട് ഒരു ദിവസം കുൽദീപ് അനിലിനെ കാണാനായി ചെന്നു. എന്നിട്ട് അവനോട് എന്തു പറഞ്ഞെന്നാൽ, അനിൽ ചേട്ടാ, ഇപ്പൊ കച്ചവടം എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? എന്ത് പറയാനാ, വ്യാപാരം പണ്ടിപ്പോ ഒന്നും മര്യാദയ്ക്ക് പോകുന്നില്ല. എല്ലാം ആ മുതലാളി അമ്മേന്റെ മാഗി കൊണ്ടാണ് നടക്കുന്നത്. അല്ലട്ടാ, എനിക്കെന്താ തോന്നുന്നു വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം അവിടെ പോയിട്ട് മാഗി കഴിക്കണം തോന്നുന്നു. ശരി ശരി, വാ വാ, നമുക്ക് പോയി ഒന്ന് കഴിച്ചു നോക്കാം. അനിലും കുൽദീപും രണ്ടുപേരും ജമീന്ദാർ അമ്മയുടെ മാഗി കടയിലേക്ക് ചെന്നു. അവർ അവിടേക്ക് ചെന്നതും ടീറ്റു മാഗി ചെയ്യുന്നത് അവർ ശ്രദ്ധിച്ചു. ടീറ്റു മാഗിയെ രുചികരമാക്കുന്ന മരുന്ന് ആ മാഗിയിൽ ചേർത്തു. ടീറ്റു, നീ ആ മാഗിയിൽ എന്താണ് കലർന്നുകൊണ്ടിരിക്കുന്നത്? ഇത് എന്തുപോലുള്ള കെമിക്കലാണ്? ചേട്ടാ, ഇവിടെ നോക്ക്, ഇതൊന്നുമല്ല. ഇത് മാഗിനെ രുചിയാക്കാൻ വേണ്ടിയാണ്. ഇല്ല, ഞാൻ കണ്ടതാണ്. നീ മാഗിയെ രുചിയാക്കാൻ വേണ്ടി എന്തോ 2-3 ഗുളിക ഇട്ടിട്ടുണ്ട്. നിനക്ക് അറിയില്ലേ ജനങ്ങൾ ഇത് കഴിച്ചാൽ അവർക്ക് സൂക്കേട് വരുമെന്ന്? അപ്പോഴാണ് ജമീന്ദാർ അമ്മ അവിടേക്ക് വന്നത്. അവർ രണ്ടുപേരോടും അവരെന്തു പറഞ്ഞെന്നാൽ,
അതെ, ഞങ്ങൾ മരുന്ന് തന്നെയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ? പക്ഷേ അത് തെറ്റാണ്. അതിനെന്താണിപ്പോ? ഞാൻ ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ പണക്കാരിയാണ്. എന്നെ ആരും ഒന്നും ചെയ്യാനാവില്ല. പോകൂ, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. എല്ലാരും എന്തു പറയും? നിങ്ങൾ രണ്ടുപേരുടെ തൊഴിലും നശിച്ചു പോയി, അതുകൊണ്ടാണ് നിങ്ങൾ അസൂയപ്പെടുന്നതെന്ന്. ആദ്യം ഇവിടെ നിന്ന് പോകൂ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. അനിലും കുൽദീപും ആ സ്ഥലത്തു നിന്നും പോയി. അവർ നോക്കിയപ്പോൾ അനിലിന്റെ കടയുടെ മുൻപിലായി ഒരു സാധു നിൽക്കുകയായിരുന്നു. ഇവിടെ നോക്കുമോനെ, കഴിക്കാൻ വല്ലതും തന്നേക്ക്. ഇവിടെ നോക്കുമോനെ, വളരെ ദൂരത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. എന്ത് വേണമെങ്കിലും തന്നോളൂ. പാൽ, പക്കോട, എന്തായാലും ശരി. ശരി സ്വാമിജി, ഇപ്പൊ തന്നെ കഴിക്കാൻ ഞാൻ പക്കോട തന്നേക്കാം. ഞാൻ നിങ്ങൾക്ക് പാലും ഓരിയ തന്നേക്കാം. കുൽദീപ് പാലും ഓറിയയും എടുത്തുകൊണ്ട് വന്നു. പിന്നെ അനിൽ പക്കോട എടുത്തുകൊണ്ട് വന്നു. സാധു അനിലിന്റെ പക്കോട പിന്നെ കുൽദീപിന്റെ ഓറിയോ ബിസ്ക്കറ്റ് കഴിച്ചിട്ട് പാല് കുടിച്ചു. ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ വളരെ നന്ദിയുണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ വളരെ വിഷമത്തിലായിരുന്നു നിങ്ങൾ. എന്താണ് കാര്യം? എന്നോട് പറയൂ, ഞാൻ നിങ്ങളെ സഹായിച്ചോളാം. അനിലും കുൽദീപും നിധു ജമീന്ദാർ അമ്മയുടെ കഥയെല്ലാം തന്നെ ആ സാധുവിനോട് പറഞ്ഞു. അത് കേട്ടിട്ട് സാധു അവരോട് പറഞ്ഞു, ഒരു പ്രശ്നമില്ല മക്കളെ, ഞാൻ നിങ്ങൾക്ക് ഒരു അത്ഭുതമുള്ള കാര്യം തന്നേക്കാം. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ആ ജമീന്ദാർ അമ്മേനെക്കാട്ടും അധികമായിട്ട് രുചിയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് ഇരുന്ന് ജോലി ചെയ്യേണ്ടത്. സാധു തന്റെ കൈയെ മുൻപിലേക്ക് നീട്ടി എന്നിട്ടൊരു മന്ത്രം പറഞ്ഞു. മന്ത്രം പറഞ്ഞതും തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മാന്ത്രിക ചീൻചട്ടി വന്നു. ആ ചീൻചട്ടി അദ്ദേഹം അനിലിന്റെ കയ്യിൽ കൊടുത്തിട്ട് എന്തു പറഞ്ഞെന്നാൽ, ഈ കടായി എടുത്തോളൂ. ഈ കടായിൽ വെള്ളം തന്നെ എണ്ണ പോലെ ജോലി ചെയ്തേക്കും. ഇതിൽ നിങ്ങൾ രണ്ടുപേരുടെ സാധനങ്ങൾ ഇട്ടിട്ട് നിങ്ങൾ തന്നെ ഭക്ഷണം ഉണ്ടായിക്കോളൂ. പിന്നെ ചേർന്ന് ജോലി ചെയ്തേക്കണം. നല്ല വലിയ ആൾക്കാരാവൂ. നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യണം. ശരി സ്വാമിജി. സാധു തന്റെ വഴിയിൽ പുറപ്പെട്ടു പോയി. കുൽദീപ് അനിലിന്റെ കയ്യിൽ തന്റെ ഓറിയോ കൊടുത്തു. പിന്നെ അത് ചീൻചട്ടിയിലിട്ട് പൊരിക്കാൻ തുടങ്ങി. അനിൽ ആ ഓറിയോ പക്കോടയെ പുറത്തെടുത്തു. പിന്നെ അത് രണ്ടുപേരും കഴിച്ചു നോക്കി. ആ ഓറിയോ പക്കോട അത്ര രുചികരമായിരുന്നു. ഇത് ശരിക്കും നല്ല രുചിയായിട്ടുണ്ട്. നമുക്കത് ഇപ്പൊ തന്നെ വ്യാപാരത്തിലേക്ക് വിൽക്കാൻ തുടങ്ങണം. അനിലും കുൽദീപും രണ്ടുപേരും ഓറിയോ പക്കോട വിൽക്കാനായി തുടങ്ങി. പക്കോട, പക്കോട, ഓറിയോ പക്കോട. ഇത് കഴിച്ചതിന് ശേഷം ആരും ഈ കട വിട്ടിട്ട് പോകാൻ മനസ്സേ വരില്ല. കാരണം ഇത് വളരെ നല്ല രുചിയാണ്, പിന്നെ നല്ല ആരോഗ്യമാണ്. വന്ന് ഞങ്ങളുടെ പക്കോട കഴിച്ചോളൂ. അപ്പോഴാണ് അതുവഴി ഒരാള് തന്റെ വയറ്റിൽ കൈവച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഓറിയോ പക്കോട എന്ന് കേട്ടതും തന്നെ നിന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ചേടാ, ഇത് എന്താണ്? ഓറിയോ പക്കോടോ? ഇതുപോലെ കേട്ടിട്ടേ ഇല്ലല്ലോ. ചേടാ, കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കഴിച്ചു നോക്ക്. പിന്നെ ചേട്ടാ, എന്തിനെങ്ങനെ വയറ് പിടിച്ചോണ്ട് വന്നോണ്ടിരിക്കുന്നത്? ചേടാ, എന്ത് പറയാനാ, വയറ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. ഗ്രാമത്തിലെ കുറെ പേർക്ക് ഈ പ്രശ്നമുണ്ട്. പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നേയില്ല. ഞാൻ ഈ ഓരിയോ പക്കോട കഴിക്കാവോ വേണ്ടേ എന്ന്. കഴിച്ചു നോക്ക്. ഒരു പക്ഷെ നിങ്ങൾ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ശരിയായിക്കോളും. ഇത് സ്നാക്സ് ആണോ ഗുളികയാണോ? ശരി, താ ഒരു പ്ലേറ്റ് തന്നേക്ക്, ഒന്ന് കഴിച്ചു നോക്കട്ടെ. കുൽദീപ് ആളുടെ കയ്യിൽ ഒരു പ്ലേറ്റ് ഓറിയോ പക്കോട നൽകി. ആ മനുഷ്യൻ ആ ഓറിയോ പക്കോട കഴിച്ചതും തന്നെ അദ്ദേഹത്തിന്റെ വയറുവേദനയൊക്കെ കാണാതെ പോയി. എന്റെ പൊന്നോ, ഇത് ശരിക്കും ഒരു മായ ഓരിയോ പക്കോട തന്നെയാണ്. ഇത് കഴിച്ച ഉടനെ എന്റെ വയറുവേദനയൊക്കെ വേഗം പോയല്ലോ. താ മോനെ, ഇന്നൊരു പ്ലേറ്റ് തന്നേക്ക്. അദ്ദേഹത്തിന് ഇനിയൊരു പ്ലേറ്റ് കുൽദീപ് നൽകി. മറ്റൊരു വശത്തെ ഗ്രാമത്തിലെ ജനങ്ങൾക്കൊക്കെ അസുഖം പിടിച്ചിരുന്നു. അതുകൊണ്ട് ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം അനിൽ കുൽദീപിന്റെ ഓറിയോ പക്കോട കഴിക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ജമീന്ദാർ അമ്മയുടെ മാഗി കസ്റ്റമേഴ്സ് ഒക്കെ അവിടെ വരാതെ ആയി. അതുകൊണ്ട് ഒരുപാട് ദേഷ്യത്തോടെ ജമീന്ദാർ അമ്മ ടിറ്റുവിനോട് എന്തു പറഞ്ഞെന്നാൽ, അല്ല, എന്തു പറ്റി? വ്യാപാരം നന്നായിട്ടല്ലേ നടന്നുകൊണ്ടിരുന്നത്? പെട്ടെന്ന് കസ്റ്റമേഴ്സ് ഒക്കെ എന്താ ഇത്ര കുറയാൻ തുടങ്ങിയത്? മുതലാളി അമ്മേ, അതായത് നമ്മുടെ മാഗി കഴിച്ചിട്ട് ജനങ്ങൾക്കൊക്കെ വയറുവേദന വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മറുവശത്തിൽ ആ അനിലും കുൽദീപും ഒരു വിചിത്രമായ സ്നാക്സ് വിൽക്കുന്നുണ്ട്. ഓ ഓ ഓ ഓരിയോ പക്കോട. ആ, ഓരിയോ പക്കോട ആണ് വിറ്റോണ്ടിരിക്കുന്നത്. അത് കഴിച്ചതിന് ശേഷം ജനങ്ങളുടെ വയറുവേദനയൊക്കെ പോയിന്നാ പറയുന്നത്. അതെങ്ങനെ സാധിക്കാനാ? അവരെന്താ എന്തെങ്കിലും മന്ത്രവാദം കാണിച്ച് ഓറിയോ പക്കോട ചെയ്യുകയാണോ? അതെ മുതലാളി അമ്മേ, അവര് കടായിലാണ് ഓരിയോ പക്കോട ഒക്കെ ചെയ്യുന്നത്. അതൊരു മായ കടായാലേ.
അതൊരു സാധുവാണ് അവർക്ക് സമ്മാനമായിട്ട് കൊടുത്തിരിക്കുന്നത്. ആ കടായിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ നല്ല രുചിയായിട്ട് വരും എന്നാ പറയുന്നത്. പിന്നെ സൂക്കേടുകളൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ടെന്ന്. അതെയോ, അതാണ് കാര്യമെങ്കിൽ ആ ചീൻചട്ടി നമ്മുടെ കയ്യിലേക്ക് വരണം. രാത്രി ഇരുട്ടിയതും നമ്മൾ ചെന്ന് ആ ചീൻചട്ടി മോഷ്ടിച്ചിട്ട് വരാം ടീറ്റു. ആദ്യം ചതി ചെയ്യാൻ തുടങ്ങി, ഇപ്പൊ നിങ്ങൾ മോഷ്ടിക്കാനും തുടങ്ങിയിട്ടുണ്ടോ? വാടച്ചു വെക്ക്, ഞാൻ എന്തു പറയുന്നു അത് ചെയ്താൽ മതി. രാത്രി ഇരുട്ടിയതും ആ ഇരുട്ടത്തെ ജമീന്ദാറമ്മയും ടീറ്റുവും എന്തു ചെയ്തെന്നാൽ രണ്ടുപേരും അനിൽ പിന്നെ കുൽദീപിന്റെ ഓറിയോ പക്കോട കടയിലേക്ക് വന്നു. അവർ ആ കട തുറന്ന് ആ ചീൻചട്ടിയെ തേടാൻ തുടങ്ങി. അവർക്ക് ആ ചീൻചട്ടി കിട്ടി. ജമീന്ദാറമ്മയും ടീറ്റുവും ആ ചീൻചട്ടി എടുത്തുകൊണ്ട് ആ കടയിൽ നിന്നും പുറത്തേക്ക് വന്നതും പുറത്തു വന്നു നോക്കിയപ്പോൾ തലവൻ അനിൽ പിന്നെ കുൽദീപ് ഗ്രാമത്തിലെ ജനങ്ങളോടൊപ്പം നിൽക്കുകയായിരുന്നു. ജമീന്ദാരമ്മേ, നിങ്ങളുടെ മോഷണം നിങ്ങൾ പെട്ടുപോയിട്ടുണ്ട്. അത് തലവൻ സാറേ, നിങ്ങളോ? അതെ, ഞാൻ തന്നെ. ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വയറുവേദന വന്നപ്പോൾ തന്നെ നിന്റെ മാഗിയെ തടസ്സം ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴാണ് നീ നിന്റെ ജോലിക്കാരൻ ടിറ്റുവിനടുത്ത് സംസാരിച്ചത് ഞാൻ കേട്ടോണ്ടിരുന്നത്. മുതലാളി, അത് ഞങ്ങൾ തന്നെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. ഇവര് മാഗിയിലെ രുചി ഉണ്ടാക്കാൻ വേണ്ടി ഗുളികളൊക്കെ ചേർക്കുന്നത് ഞാൻ തന്നെ കണ്ടതാണ്. അതുകൊണ്ടാണ് ആർക്കും സുഖമില്ലാതെ പോയത്. തലവൻ സാറേ, അങ്ങനെയൊക്കെ ഒന്നുമില്ല. ഇപ്പൊ നിനക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനേ പറ്റില്ല. പിന്നെ നീ ഈ കടായി കക്കുമ്പോൾ നിന്നെ ഞാൻ കൈകൊണ്ട് പിടിച്ചോ. അത്യാഗ്രഹം കൊണ്ട് നീ മണ്ടനായോ? ഗ്രാമജനങ്ങൾക്ക് ആരോഗ്യത്തിന് നീ കേടുണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും പണം വെച്ചിട്ട് നീ എന്ത് ചെയ്യാൻ പോവാണ്? നീ മരിച്ചതിന് ശേഷം ₹1 കാശ് പോലും നിനക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് നിനക്ക് ഇത്തിരി അത്യാഗ്രഹം? നിന്നെയും പിന്നെ നിന്റെ ജോലിക്കാരനും ഇപ്പൊ തന്നെ ഈ ഗ്രാമത്തിലോട്ട് ഞങ്ങൾ പുറത്താക്കുകയാണ്. പോയേക്കേ. ഇനി എപ്പോഴും നിന്റെ മുഖം ഇവിടെ കാണിക്കാൻ പാടില്ല. തലവനും ഗ്രാമത്തിലെ ജനങ്ങളും നീറ്റു ജമീന്ദാരമ്മ പിന്നെ അവരുടെ കയ്യാളായ ടിറ്റുവിനെ ഗ്രാമത്തിൽ നിന്നും തന്നെ പറഞ്ഞയച്ചു. പിന്നെ അനിൽ കുൽദീപിന്റെ ഓറിയോ പക്കോട ആ ഗ്രാമം മൊത്തം പ്രസിദ്ധമായി മാറി. സുബം രവിയും അനിയനും ചേട്ടനുമാണ്. അവരുടെ അച്ഛനും അമ്മയും മരിച്ച ശേഷം അവർ രണ്ടുപേരുമാണ് വീട്ടിലെ ജോലികളെല്ലാം നോക്കിയിരുന്നത്. വീട്ടിന്റെ പാതി വശത്ത് രവി തന്റെ ഭാര്യയോടൊപ്പം ജീവിച്ചിരുന്നു. ബാക്കിയുള്ള വശത്ത് സുബം തന്റെ ഭാര്യയോടൊപ്പം ജീവിച്ചിരുന്നു. സുബത്തിന്റെ ഭാര്യയുടെ പേര് സാധനയായിരുന്നു. വീട് എങ്ങനെയാണോ രണ്ടായിട്ട് പങ്കുവച്ചത് അതുപോലെ തന്നെ കടയും അവർ രണ്ടായിട്ട് പങ്കുവച്ചിരുന്നു. ആ കടയുടെ നടുവിലായിട്ട് അവർ വലിയൊരു ചുവര് കെട്ടിമറച്ചു. പാതി കടയിൽ രവി ഇസ്തിരിയിടുന്ന ജോലി ചെയ്യുകയായിരുന്നു. ബാക്കിയുള്ള കടയിൽ സുബമും സാധനയും ഹോട്ടൽ നടത്തുകയായിരുന്നു. എന്താ മരുമോളെ, നിങ്ങൾ വന്നോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചായ ഇട്ട് കൊണ്ടുവരാം. ആ ശരി മോളെ. രവി ശുഭം രണ്ടുപേർക്കിടയിലും യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. അവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചു വന്നത്. ചേട്ടാ, നാളെ നമ്മുടെ വീട്ടിൽ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ കഴിക്കാൻ വന്നേക്കണം. നിന്റെ ചേട്ടത്തിക്ക് അറിയാതെ ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കോളാം. അല്ല ചേട്ടാ, എന്താ ഇത്? ഞാൻ നിങ്ങൾ രണ്ടുപേർക്കും ചേർത്ത് ചിക്കൻ ഉണ്ടാക്കാം. അയ്യോ, അത് വേണ്ട മോളെ. അതുപോലെ ഒന്നും നീ ചെയ്യരുതേ. എന്റെ ഭാര്യനെ കുറിച്ച് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. അവൾ നിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന എനിക്കും കഴിക്കാൻ തരില്ല, അവളും കഴിക്കില്ല. മനസ്സിലായോ? ഇപ്പൊ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു? നമുക്ക് അത് തന്നെ നല്ലതാണ്. ഇപ്പോഴെനിക്ക് അവൾക്ക് അറിയാതെ തന്നെ നിന്റെ രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. എനിക്ക് അത് മതി മോളെ, ശരിയല്ലേ? ശരി ചേട്ടാ. സാധന രവിക്ക് ചായ നൽകി. പിന്നീട് അവൾ ഹോട്ടലിലെ ജോലി നോക്കാനായി പോയി. കസ്റ്റമേഴ്സ് ഒക്കെ വരാൻ തുടങ്ങി. ചേച്ചി, 2 ചായ പിന്നെ ഒരു മുട്ടപ്പൊടി മാസും. ശരി സാറേ. സാധന കിച്ചൺ നോക്കി വന്നു. പിന്നെ ശുഭം കസ്റ്റമേഴ്സിനെ നോക്കി. രണ്ടുപേരും ചേർന്ന് ജോലി നോക്കുകയായിരുന്നു. രാവിലെ മുതൽ സന്ധ്യ വരെ അവർ രണ്ടുപേരും ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ സന്ധ്യയായതും സാധന എല്ലാവർക്കും വേണ്ടിയും ടിഫൺ ഉണ്ടാക്കുമായിരുന്നു. ചേട്ടാ വരൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മുട്ടക്കറി ചെയ്തിട്ടുണ്ട്. വന്നു മോളെ. സാധന, രവി, സുബം 3 പേരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുകയായിരുന്നു. നീ എപ്പോഴും സന്തോഷമായിട്ടുണ്ടാവണം മോളെ. നിന്നെ പോലെയുള്ള നല്ല മരുമകളാണ് എല്ലാ കുടുംബത്തിലേക്കും വരേണ്ടത്. നീ എന്റെ അനിയന് വേണ്ടി എത്ര സഹായിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ഒരു പക്ഷേ ഗായത്രി എനിക്ക് ഇതേപോലെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ശരി, കുഴപ്പമില്ലേട്ടാ. അതാ പറയില്ലേ, മുത്തുമലകളിൽ കാണുന്ന എല്ലാ മുത്തും ഒരേപോലെ ഉണ്ടാവില്ല എന്ന്. അതായത് എല്ലാരും ഓരോരോ രീതിയാണ്. അങ്ങനെ രീതിയിലുണ്ടത് നല്ലത് തന്നെയാണ്. ഗായത്രിക്ക് അറിഞ്ഞത് കച്ചറ ഉണ്ടാക്കാനും അടികൂടാൻ മാത്രമാണ്.
നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഉടനെ അവൾ സ്വത്ത് പിരിച്ച് നിങ്ങളുടെ കൂടെ അടികൂടി. നീ ഇപ്പോൾ ഒറ്റയ്ക്കാണ്, അവൾ ഇപ്പോൾ എൻ്റെ കൂടെയാണ് അടികൂടുന്നത്. എൻ്റെ വേദന എനിക്ക് മാത്രമേ അറിയുള്ളൂ. ശരി, അത് വിട്. പക്ഷെ ഞാൻ നിങ്ങളുടെ രണ്ടുപേരും വിചാരിച്ച് വളരെ സന്തോഷപ്പെടുന്നുണ്ട്. ആ ദൈവം നിങ്ങൾ രണ്ടുപേർക്കും കുറേ വിജയങ്ങൾ തരാനുണ്ട്. വളരെ നന്ദിയുണ്ട് ചേട്ടാ. ചേട്ടാ, നാളെ ഉച്ചയ്ക്ക് നിങ്ങൾ മറക്കാതെ നമ്മുടെ വീട്ടിലേക്ക് വരണം കേട്ടോ. അത് ഞാൻ തീർച്ചയായിട്ടും മറക്കില്ല. സാധന കൈകൊണ്ട് ഉണ്ടാക്കുന്ന രുചിയുള്ള ചിക്കൻ കറി എങ്ങനെ ഞാൻ വിടാനാ? അടുത്ത ദിവസം രവി തന്റെ ഭാര്യ കാണാതെ മറഞ്ഞു സുബത്തിന്റെ വീട്ടിലേക്ക് ചെന്നു. മോളെ സാധന, സാധന, വേഗം ഭക്ഷണം എടുത്ത് വെക്കും മോളെ. ഞാൻ ഗായത്രി അടുത്ത് കള്ളം പറഞ്ഞിട്ടാ ഇവിടെ വന്നിരിക്കുന്നത്. സുഹൃത്തിന്റെ വീട്ടിൽ കഴിക്കാൻ പോന്നാ ഞാൻ പറഞ്ഞ്. ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കി തരാം ചേട്ടാ. സാധന 3 പേർക്കും ആഹാരം ഉണ്ടാക്കി വെച്ചു. പിന്നെ 3 പേരും കൂടി വളരെ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ട് ആഹാരം കഴിച്ചു. ഇങ്ങനെ 3 പേരും വളരെ സന്തോഷത്തോടെ ജീവിച്ചു വന്നു. ഒരു ദിവസം സുബം സിറ്റിയിലേക്ക് പോയി സാധനങ്ങൾ വാങ്ങിക്കാനായി ചെന്നു. ചേട്ടാ, ഞാൻ നഗരത്തിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം. നിങ്ങൾ കുറച്ച് അങ്ങനെ സാധനം ഒന്ന് ശ്രദ്ധിക്കണം ചേട്ടാ. ഇതൊക്കെ നീ എൻ്റെ അടുത്ത് പറയണം മോനെ. നിക്ക്, 10 മിനിറ്റ് എൻ്റെ ജോലി കഴിഞ്ഞാൽ ഞാൻ നേരെ അങ്ങോട്ട് തന്നെ പോവാം. അതൊന്നും ആവശ്യമില്ല ചേട്ടാ. സാധന ഒറ്റയ്ക്ക് തന്നെ അവളുടെ എല്ലാ ജോലിയും നോക്കിക്കോളും. ആ എനിക്കെല്ലാം അറിയാം. പക്ഷേ ഞാൻ അവൾക്ക് എന്തെങ്കിലും സഹായിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. നീ പോയിക്കോ, ഞങ്ങൾ നോക്കിക്കോളാം. ശരി ചേട്ടാ. സുബം അവിടെ നിന്നും പോയി. പിന്നെ രവി തൊട്ടടുത്ത കടയിൽ ജോലി ചെയ്യാനായി തന്റെ കട മൂടിയിട്ട് പോയി. രവി കസ്റ്റമേഴ്സിന്റെ പ്ലേറ്റ് എടുക്കുകയായിരുന്നു. അല്ല ചേട്ടാ, നിങ്ങളിതൊന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. നീ ഇപ്പോഴവിടെ എന്ത് ചെയ്യുന്നോ നീ അത് പോയി ചെയ്തോളൂ. ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ കുറച്ച് ജോലി ഞാനും ചെയ്തോളാം. അങ്ങനെ ജോലി ചെയ്തോണ്ട് തന്നെ ഞാൻ നിന്നോട് സംസാരിക്കാലോ. അതും ശരിയാണ്. ഹോട്ടലിലേക്ക് കസ്റ്റമേഴ്സ് വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സാധന ദിവസവും പോലെ കിച്ചൺ നോക്കുകയായിരുന്നു. പിന്നെ രവി കസ്റ്റമേഴ്സിനെ നോക്കുകയായിരുന്നു. എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. പിന്നെ പെട്ടെന്ന് ഗ്യാസ് തീർന്നു പോയി. അയ്യോ, ഇപ്പോൾ ഞാൻ എന്തു ചെയ്യും? എന്തു പറ്റി സാധന? ചേട്ടാ, ഗ്യാസ് തീർന്നു പോയി. കസ്റ്റമേഴ്സിന്റെ ഓംലെറ്റ് ഓർഡർ ഉണ്ട്. ഇപ്പോൾ എന്തു ചെയ്യാനാ? കസ്റ്റമേഴ്സിനെ തിരിച്ചയക്കണമെന്ന് തോന്നുന്നു. വേണ്ട വേണ്ട, ഇത് കുറച്ചും കൂടി ശരിയല്ല. നീ ഒരു കാര്യം ചെയ്. ഓംലെറ്റ് ചെയ്യാൻ വേണ്ടി നീ മുട്ടയൊക്കെ പൊട്ടിച്ചു വെക്ക്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് വിട്ടേക്ക്. സാധന ഒരു പാത്രത്തിൽ മുട്ട ഉടച്ചിട്ടു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. രവി തന്റെ കടയിൽ നിന്നും ഒരു പുതിയ അയൺ ബോക്സ് എടുത്തുകൊണ്ടുവന്നു. ഈ അയൺ ബോക്സ് വെച്ച് എന്തു ചെയ്യാനാ ചേട്ടാ? നീ കറണ്ട് അടുപ്പുള്ളത് നീ കണ്ടിട്ടുണ്ടോ? അത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ അയൺ ബോക്സും. നീ ഓംലെറ്റ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, അത് ഈ അയൺ ബോക്സിൽ ഒഴിച്ചാൽ മതി. ഇതുകൊണ്ട് ഓംലെറ്റ് ചെയ്യാമോ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാടോ. രവി അയൺ ബോക്സ് വയർ ബോർഡിൽ കുത്തി. ആ അയൺ ബോക്സ് ചൂടായ ഉടൻ തന്നെ സാധന അതിലേക്ക് ആ കലക്കി വെച്ചിരുന്ന മുട്ട എടുത്തൊഴിച്ചു. ഉടൻ തന്നെ ആ മുട്ട പൊരിഞ്ഞു വലുതായി മാറി. കണ്ടില്ലേ? പിന്നീട് 2 മിനിറ്റിനകം തന്നെ ഓംലെറ്റ് റെഡിയായി. സാധന ഓംലെറ്റ് പ്ലേറ്റിലേക്ക് വെച്ചു. എന്നിട്ട് അത് കസ്റ്റമേഴ്സിനടുത്തേക്ക് കൊണ്ടുപോയി. ഷേടാ, ഇതെന്ത് ഓംലെറ്റ് ആണ്? ത്രികോണ രൂപത്തിലാണല്ലോ ഉള്ളത്. ഇത് പുതിയതാണ് ചേട്ടാ, നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ. ആ കസ്റ്റമർ ഓംലെറ്റ് കഴിച്ചു നോക്കി. അത് നല്ല രുചിയുള്ളതായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ശരിക്കും നന്നായിട്ടുണ്ട് മോളെ. പിന്നെ ഇതിന്റെ രൂപവും നന്നായിട്ടുണ്ട്. അത് കണ്ടിട്ട് മറ്റുള്ള കസ്റ്റമേഴ്സും ത്രികോണ ഓംലെറ്റിന് ഓർഡർ നൽകി. എനിക്കും അതുപോലെ ത്രികോണ ഓംലെറ്റ് വേണം. എനിക്കും തരൂ. സാധന തുടർന്ന് ത്രികോണ ഓംലെറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. കസ്റ്റമേഴ്സ് അത് കഴിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം സുബം സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ തന്റെ ഹോട്ടലിന്റെ പുറത്തുള്ള ആൾക്കാരെ കണ്ട് അവൻ അതിശയിച്ചു പോയി. ഷേടാ, ഇതെന്താ ഇത്രയും തിരക്ക്? ഇത്രയും കസ്റ്റമേഴ്സ് എന്റെ ചേട്ടന്റെ ത്രികോണ ഓംലെറ്റ് കൊണ്ടാണ് വന്നത്. എന്ത് ത്രികോണ ഓംലെറ്റോ? രവി സുബത്തിനോട് ആ എൺബോക്സ് ഓംലെറ്റിനെ കുറിച്ച് എല്ലാം തന്നെ പറഞ്ഞു. അവിടെ കുറച്ച് നോക്കുമോനെ. ത്രികോണ ഓംലെറ്റ് കഴിക്കാൻ വേണ്ടി എത്ര പേരെ ഇവിടെ ക്യൂല് നിൽക്കുന്ന കണ്ടില്ലേ? എന്റെ ദൈവമേ ചേട്ടാ, നിങ്ങള് വലിയ സംഭവം തന്നെ. പിന്നീട് 3 പേരും ചേർന്ന് കസ്റ്റമേഴ്സിന് ഓംലെറ്റ് നൽകി. ആ ത്രികോണ ഓംലെറ്റ് കാരണം ആ ഹോട്ടൽ വളരെ ഫേമസ് ആയി. സാധനയും സുമമും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി. ഒരു ദിവസം രവി തന്റെ വീട്ടിൽ ആഹാരം കഴിക്കുകയായിരുന്നു. നിങ്ങൾ സാധനയും സുബത്തെയും കുറിച്ചൊരു കാര്യം അറിഞ്ഞോ?
കേട്ടത് മാത്രമല്ല ഞാൻ കണ്ണോട് കണ്ടതാണ്. അവരുടെ ധാബയിൽ അത്രയും കൂട്ടും അവിടെ നിൽക്കുന്നുണ്ട്. ചില സമയത്ത് ഞാൻ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു പക്ഷേ ഞങ്ങൾ ഭാഗം പിരിവില്ലാന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേർ ചേർന്ന് നന്നായിട്ട് പൈസ ഉണ്ടാക്കി തന്നെ. ശുഭം പോലെ തന്നെ എനിക്കും കയ്യിൽ കുറെ കാശുകളും ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ ഒരു പ്രാവശ്യം ഇതിനെക്കുറിച്ച് സുബത്തിനോട് സംസാരിച്ചാലോ? എന്ത് സംസാരിക്കാനാ പറയുന്നത്? നിങ്ങൾ അദ്ദേഹത്തോട് 2 കടയും ഒന്നിച്ചു ചേർത്ത് വലിയ ഹോട്ടൽ തുടങ്ങാമെന്ന് പറയൂ. പക്ഷേ ഒരു പ്രാവശ്യം കൂടി നീ അടി കൂടിയാൽ അപ്പൊ എന്തു ചെയ്യും? എനിക്കെന്തോ വട്ടാണോ വരുന്ന ലക്ഷ്മിയെ വേണ്ട എന്ന് പറയാൻ? എന്നാ ശരി. രവിക്ക് മനസ്സിനകത്ത് ഒരുപാട് സന്തോഷം തോന്നി. അവന് മുൻപേ ഇത് തന്നെയായിരുന്നു ആഗ്രഹം. കുറച്ചു ദിവസത്തിനകത്ത് 2 കടയും ഒന്നിച്ചു ചേർത്ത് അവരൊരു വലിയ ഹോട്ടൽ തുടങ്ങി. ശുഭം, രവി, സാധന 3 പേരും ഒന്നിച്ചുകൂടി ഹോട്ടൽ നടത്തി. ആ അയൺ ബോക്സ് ഓംലെറ്റിന്റെ സഹായത്തോടു കൂടി അവരുടെ കട മാത്രം വലുതായില്ല, അവരുടെ പിരിഞ്ഞിരുന്ന സ്നേഹവും ഒരുപാട് അധികരിച്ചു.